ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു വൈൻ ഉണ്ടാക്കിയാലോ? ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, അപ്പോൾ നമുക്ക് ഉണക്കമുന്തിരി കൊണ്ട് ഒരു വൈൻ ഉണ്ടാക്കാം. ഞാനിവിടെ കുരുവുള്ള ഉണക്കമുന്തിരിയാണ് എടുത്തേക്കുന്നത്. അത് 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊരു 3 ദിവസമാണ് അത് നമ്മൾ ഭരണിയിലിട്ട് വെക്കുന്നത്. 3 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള വൈനായിട്ട് വരും. പിന്നെ ഞാനിവിടെ 2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ് അതിനെടുത്തേക്കുന്നത്. 250 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 200 ഗ്രാം മതിയെങ്കിൽ അത്ര എടുത്താൽ മതി. ഞാനിവിടെ 250 ഗ്രാം എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ഓറഞ്ച്, 2 പൂവൻപഴം, 3 ഇഞ്ച് ഉള്ള 2 കഷ്ണം പട്ട, 10 ഗ്രാമ്പു, 10 ഏലക്കായ. പിന്നെ നമുക്കത് കൂടാതെ ചായപ്പൊടി വേണം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ചായപ്പൊടി എന്ന്. ഇത് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചായപ്പൊടി എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പഴം വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ ഉള്ളിലത്തെ കുരുവും അതിൻ്റെ പുറമേലത്തെ ആ വെളുത്ത ഭാഗമൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ബ്രോക്കൺ വീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ആവശ്യമെങ്കിൽ മാത്രം എടുത്താൽ മതി. ഞാനിവിടെ 1 ടീസ്പൂൺ ബ്രോക്കൺ വീറ്റ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സൂചി ഗോതമ്പ് ആവശ്യമുണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 250 ഗ്രാം മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. 250 ഗ്രാം മുന്തിരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി മുന്തിരിയും വെള്ളവും എല്ലാം കൂടുതൽ എടുക്കുക. നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുന്തിരി എല്ലാം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ചായപ്പൊടി ഇട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അത് ഓഫാക്കിയിട്ടിട്ട് അതിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 1 ഗ്ലാസ് വെള്ളം കറക്റ്റ് ഒരു ഗ്ലാസ് വെള്ളം, ഒരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം. നിങ്ങൾക്ക് എത്ര കളർ വേണോ അതിനനുസരിച്ച് ചായപ്പൊടി ഇടാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ ചായപ്പൊടി ഇട്ടു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. ഇതൊരു കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ 1 ഗ്ലാസ് കട്ടൻ ചായ ചേർക്കുന്നത്. അപ്പോൾ ചായ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ ഒരു ചെരുവ് എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അളന്ന് വെച്ചിരിക്കുന്ന വെള്ളമാണ് ഇത്. ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണിത് തിളപ്പിക്കാനും ഉപയോഗിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 250 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ പഞ്ചസാര വെള്ളത്തിൽ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുന്തിരി മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. കണ്ട, ഇപ്പം തന്നെ അതിൻ്റെ കളറ് മാറി. അതാണ് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു കളറാണ് കിട്ടുക. നമുക്ക് പഞ്ചസാര ക്യാരമലും ആക്കണ്ട, ഒന്നും ചെയ്യണ്ട. നമ്മൾ 1 ഗ്ലാസ് ചായയുടെ വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി വൈനാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഇനി അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. പഴം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കളറ് കണ്ടോ, നല്ല കളറാണ്. ഇനി നമുക്കതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം.
ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. പിന്നെ പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറുവപ്പട്ടയാണ് ഇട്ട് കൊടുത്തേക്കണത്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് നന്നായിട്ട് തിളയ്ക്കണം. അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇതിനകത്തേക്ക് ഇളകണം. ഇപ്പോൾ ഒരു 7 മിനിറ്റോളം ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിത് ഒരു പാത്രം കൊണ്ട് മൂടി വെച്ച് മാറ്റി വയ്ക്കാം. നിങ്ങളെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മൂടി ഒന്ന് തുറന്നു. ഇനി നമുക്കതിലേക്ക് നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ തൊലി കളഞ്ഞ് ഒക്കെ വെച്ചിരിക്കുന്ന ഓറഞ്ച് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ച് അതിൻ്റെ ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഒരു ഭരണിയിലാണ് ഈ വൈൻ ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ട, നല്ല ചെറിയ ഭരണിയാണത്. അപ്പോൾ ഇത് കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്കതിലേക്ക് ഈ ചൂടാറിയ മുന്തിരിയുടെ ആ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാറാൻ കുറച്ച് മണിക്കൂറുകൾ വേണം കേട്ടോ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒഴിക്കാൻ പാടുള്ളൂ. കണ്ട, അതിൻ്റെ കളറ് കണ്ട, നല്ലൊരു കളറാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 ലിറ്റർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇത് മുഴുവനോടുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ മരത്തിൻ്റെ തവി മാത്രം ഉപയോഗിക്കുക. ഇനി നമുക്കതിലേക്ക് ബ്രോക്കൺ വീറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ അടപ്പ് കൊണ്ട് മൂടി വയ്ക്കാം. 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് തുറക്കാൻ പാടുള്ളൂ. അടപ്പ് കൊണ്ട് മൂടിയിട്ട് നമുക്ക് അതിനൊരു വെള്ളത്തുണി കൊണ്ട് ഒന്ന് കെട്ടി വെക്കണം. നിങ്ങൾക്ക് അരക്കുണ്ടെങ്കിൽ അരക്ക് സൈഡിൽ ഒട്ടിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയൊരു ക്ലീൻ ആയിട്ടുള്ള വെള്ളത്തുണി എടുത്തിട്ട് ഒന്ന് കെട്ടി വെക്കാം. മെഴുകുണ്ടെങ്കിൽ മെഴുക് ഒട്ടിക്കാം. മെഴുക് ഇങ്ങനെ, അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ചിട്ട് അതിൻ്റെ മെഴുക് ഇങ്ങനെ സൈഡിൽ കൂടെ ആ വിടവിൽ കൂടെ ഇങ്ങനെ ഒറ്റിച്ച് കൊടുത്താലും മതി. ഞാനിവിടെ വെള്ള തുണി കൊണ്ട് കെട്ടി നമ്മൾ ഒട്ടും പ്രകാശം കിടക്കാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് നമ്മളത് വെക്കാം. അതിട്ട് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വൈൻ്റെ അവസ്ഥ എന്തായിന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഉണക്കമുന്തിരിയുടെ എല്ലാ ജ്യൂസും ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇപ്പോൾ മിക്സ് ആയി ഉണ്ടാവും. ഇനി നമുക്കതൊരു ചെരുവത്തിലേക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ച് ഒഴിക്കാം. കണ്ട, ഞാനിവിടെ ഇങ്ങനെ ഒരു ചെരുവ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇത് അരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ മട്ടൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. കയ്യിലൊട്ടും വെള്ളമില്ലാതെ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം.
ഇനി നമുക്കൊരു മരത്തിൻ്റെ തവി കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അതിൻ്റെ ജ്യൂസും എല്ലാം നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കണം. എനിക്കിവിടെ ഇത്രയും വൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഒന്നുകിൽ ആ ഭരണിയിലേക്ക് തന്നെ ഒഴിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ചില്ലിൻ്റെ കുപ്പിയിലാക്കിയിട്ട് എടുത്തു വയ്ക്കാം. ഞാനിവിടെ ഇങ്ങനത്തെ ചില്ലിൻ്റെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി നമ്മൾ ഒരു 7 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിൻ്റെ മട്ടെല്ലാം അടിയിലേക്ക് അടിഞ്ഞ് തെളിവെള്ളം മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. നമുക്കിത് വീണ്ടും അടപ്പ് കൊണ്ട് മൂടിയിട്ട് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ റെസിപ്പികളുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു.